നിന്ന് തന്നെയുള്ള മറ്റൊരു വാർത്ത നമുക്ക് പങ്കുവെക്കാനുള്ളത് കോഴിക്കോട് DMOയുടേത് അടക്കം സ്ഥലം മാറ്റം മരവിപ്പിച്ചുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും എന്നുള്ളതാണ്. ഇതോടെ കോഴിക്കോട് DMO ആയി ഡോക്ടർ N രാജേന്ദ്രൻ തിരികെ എത്തും. ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേക്ക് പിന്നാലെയാണ് നീക്കം. സ്ഥലം മാറ്റം തടഞ്ഞ് നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു. MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനും വലിയ നാണക്കേടാവുന്ന രീതിയിലുള്ള ഒരു കസേരകളിയാണ് കോഴിക്കോട് DMO ഓഫീസിൽ കഴിഞ്ഞ ആഴ്ച നടന്നത്. ഇതേ തുടർന്ന് ഈ സ്ഥലമാറ്റ ഉത്തരവ് ആദ്യഘട്ടത്തിൽ റദ്ദാക്കി, അല്ലെങ്കിൽ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതിൽ ഈ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരെ കേട്ട ശേഷം സർക്കാർ യുക്തമായ തീരുമാനം എടുക്കണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പറഞ്ഞത്. ഇതനുസരിച്ച് ഇവരെ കേൾക്കും എന്ന് സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്തു. പക്ഷേ ഈ സ്ഥലംമാറ്റ ഉത്തരവ് നിലനിൽക്കും. അതത് സ്ഥലങ്ങളിൽ സ്ഥലം മാറ്റപ്പെട്ടവർ ജോലിയിൽ പ്രവേശിക്കണം, അല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. ഇതേ തുടർന്നാണ് 2 ദിവസങ്ങൾ നീണ്ട ഈ കസേരകളെ അവസാനിപ്പിച്ച് ഡോക്ടർ N രാജേന്ദ്രൻ കോഴിക്കോട് DMO സ്ഥാനം വിട്ടത്. പുതുതായി സ്ഥലം മാറി എറണാകുളത്ത് നിന്നും എത്തിയ പുതിയ DMO സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ തുടർന്ന് പിന്നീട് ഹൈക്കോടതിയിൽ സമീപിച്ച് ഡോക്ടർ N രാജേന്ദ്രൻ അനുകൂലമായ ഉത്തരവ് വാങ്ങുകയായിരുന്നു. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് ഈ പരാതിയുള്ള ആളുകളെ കേട്ട ശേഷം യുക്തമായ തീരുമാനം എടുക്കണമെന്നാണ്. എന്നാൽ അതിന് പകരം സർക്കാർ പഴയ ഉത്തരവ് തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് 9-ലെ തൽസ്ഥിതി എന്താണോ അത് തുടരണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. ഇതനുസരിച്ച് വീണ്ടും രാജേന്ദ്രന് കോഴിക്കോട് DMO ആയി ചുമതല ഏറ്റെടുക്കാം. അടുത്ത മാസം 9-നാണ് ആ കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അതുവരെയാണ് തൽസ്ഥിതി തുടരുന്നതിനുള്ള ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചവരെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ അവധിയായ ഒരു സാഹചര്യം സംസ്ഥാന സർക്കാർ ഓഫീസുകളും ഉണ്ടാവില്ല. അതുകൊണ്ട് ഉച്ചയോടുകൂടി ഉത്തരവ് ഇറങ്ങും എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഈ ആരോഗ്യത്തിന്റെ ഭാഗത്തുനിന്നും ഉത്തരവ് ഉണ്ടാകും എന്ന് കരുതിയെങ്കിലും ഉത്തരവുണ്ടായില്ല. അതിലെ നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ചും ഹൈക്കോടതി ഉത്തരവ് കൃത്യമായി പരിശോധിച്ചും ഉത്തരവിറക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഉത്തരവിറങ്ങുകയാണെങ്കിൽ വീണ്ടും രാജേന്ദ്രൻ DMO ഓഫീസിലേക്ക് എത്തും. അവിടെ DMO ആയി ചുമതലയെടുക്കും. അടുത്ത 9 വരെ വീണ്ടും DMO ആയി N രാജേന്ദ്രൻ തുടരും. പിന്നീട് സർക്കാർ ഉചിതമായ ഒരു തീരുമാനം ഈ കക്ഷികളെ, അതായത് പരാതിക്കാരായ ആളുകളെ കേട്ടൊരു തീരുമാനമെടുക്കും. അത് എങ്ങനെയാവും എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. MS അനീഷ് കുമാർ സൂചിപ്പിക്കുന്നത് പോലെ കസേര കളിക്ക് എന്തായാലും ഒരു അവസാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ വാർത്ത.